അതേസമയം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കെതിരായ നടപടി മാത്രമാണ് പിൻവലിച്ചതെന്ന് സർവകലാശാല വിശദീകരിക്കുന്നു. സലീം മാലിക്കും സുർജിത്ത് അയ്യപ്പത്തും വിവരങ്ങൾ നൽകും. സുർജിത്ത്, എന്താണ് ഇക്കാര്യത്തിൽ സർവകലാശാലയുടെ വിശദീകരണം? വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ രീതിയിൽ തന്നെ നടപടികൾ നിർണയിച്ചത്. അതിൽ സസ്പെൻഷൻ ഉണ്ട്, ഇന്റേൺഷിപ്പ് റദ്ദാക്കലുണ്ട്, സ്കോളർഷിപ്പ് റദ്ദാക്കലുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളാണ് ഇതിനകം സർവകലാശാല സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാഴ്ച മാത്രം സസ്പെൻഡ് ചെയ്യപ്പെട്ട 33 വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയാണ് സർവകലാശാല കഴിഞ്ഞ ദിവസം പിൻവലിച്ചത്. ഇത് നിയമോപദേശം തേടാതെ പിൻവലിച്ചു എന്നുള്ള ആരോപണമാണ് സർവകലാശാലക്കെതിരെ ഉയർന്നത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവും രംഗത്ത് എത്തിയ ഒരു സാഹചര്യമുണ്ട്. സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളുടേതാണെന്നാണ് സർവകലാശാല വിശദീകരിക്കുന്നത്. ഒരാഴ്ചത്തെ സസ്പെൻഷൻ ലഭിച്ച 31 ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഈ നടപടി കാലയളവ് കഴിഞ്ഞതോടെ അപ്പീൽ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 2 സീനിയർ വിദ്യാർത്ഥികൾക്കും ഈ മർദ്ദനത്തിൽ നേരിട്ട് പങ്കില്ലാത്ത ആളുകളാണ് എന്നുള്ളതാണ് സർവകലാശാലയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നടപടി പിൻവലിച്ചിരിക്കുന്നത്. പ്രധാന പ്രതികൾ എന്ന് കണ്ടെത്തിയ ആളുകൾക്കെതിരെ നേരത്തെ ആന്റി റാഗിംഗ് സ്ക്വാഡ് വിധിച്ച ശിക്ഷാ നടപടികളിൽ നിന്ന് ഒരു തരത്തിലുള്ള ഇളവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് സർവകലാശാല നൽകുന്ന കൃത്യമായ വിശദീകരണം. സുർജിത്ത്, ഇതിൽ നേരിട്ട് പങ്കെടുക്കാത്ത എന്നാൽ ആ സമയത്ത് ഈ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ സസ്പെൻഷൻ ഉത്തരവ് ഈ നിശ്ചിത കാലയളവ് വെച്ച് ഇറക്കിയ ഉത്തരവായിരുന്നോ? അതാണോ ഇപ്പോൾ സർവകലാശാല പിൻവലിച്ചിരിക്കുന്നത്? പലർക്കും പല രീതിയിലുള്ള നടപടിയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്ക്, അതായത് പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും ഇതിൽ 4 പേർക്ക് 1 വർഷത്തെ ഇന്റേൺഷിപ്പ് വിലക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5 പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കിയിട്ടുണ്ട്. പലർക്കും സസ്പെൻഷൻ നടപടി എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്ക് കർശനമായ രീതിയിലുള്ള നടപടി സർവകലാശാല ഇതിനകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അത് ആന്റി റാഗിംഗ് സമിതി നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് ഈ ഇത്തരത്തിലുള്ള നടപടി കൈക്കൊണ്ടത്. ഇവർക്കെതിരെ ആർക്ക് ഒരു തരത്തിലുള്ള പിൻവലിക്കലും ഉണ്ടായിട്ടില്ല. അതായത് നേരിട്ട് സിദ്ധാർത്ഥന്റെ ഈ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിലേക്ക്, അക്രമ സംഭവങ്ങളിലേക്ക് എത്തിച്ച ആളുകൾക്കെതിരായിട്ടുള്ള നടപടി ഒരു തരത്തിലും പിൻവലിച്ചിട്ടില്ല സർവകലാശാല. പക്ഷേ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ അത് പറയാൻ തയ്യാറായില്ല എന്നതുൾപ്പെടെയുള്ള കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഈ ഒരു രാത്രി മാത്രമാണ് ഈ 1 വർഷത്തെ വിദ്യാർത്ഥികൾ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. അവർ ഉൾപ്പെടെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. അവർ ഉൾപ്പെടെ ഈ നടപടിക്ക് വിധേയരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ഗുരുതരമായ തെറ്റുകൾ അവരുടെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഈ ഒരാഴ്ചത്തെ നടപടി എന്നുള്ള രീതിയിലേക്ക്, ഒരാഴ്ച സസ്പെൻഷൻ എന്നുള്ള രീതിയിലേക്ക് സർവകലാശാല എത്തിയത്. ആ ഒരാഴ്ച കാലയളവ് കഴിഞ്ഞ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ അപ്പീൽ നൽകിയത്. ഇതേ തുടർന്നാണ് 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സർവകലാശാല നൽകുന്ന വിശദീകരണം. വിജയകുമാർ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട 33 പേരുടെ നടപടി പിൻവലിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർവകലാശാലയുടെ വിശദീകരണമാണ് സുർജിത്ത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്തത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ആരെ രക്ഷിക്കാനാണ് സർവകലാശാല ഇത്തരം ഒരു നടപടി സ്വീകരിച്ചതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്? വിജയകുമാർ, ഈ വിഷയത്തിൽ പൂക്കോട് സർവകലാശാലയിൽ, പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥ് മരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷമത്ത് സർക്കാരിനെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തുകയും സർക്കാരിനെതിരെ ആയുധമാക്കി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ CBI അന്വേഷണം പ്രഖ്യാപിച്ചതോടുകൂടി പ്രതിപക്ഷം ആരോപണത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. വീണ്ടും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സിദ്ധാർത്ഥന്റെ മരണം ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷ നേതാവ്. അതിന് കാരണമായിരിക്കുന്നത് ഇപ്പോൾ ഈ കോളേജിൽ നിന്നും സസ്പെൻഷനിലായിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ഉന്നതരുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നീക്കം നടത്തിയത്. അതിനൊരു നിയമോപദേശവും തേടിയിട്ടില്ല. സർക്കാരും സർവകലാശാലയും ചേർന്ന ഈ വിഷയത്തിൽ ഒത്തുകളി നടത്തുകയാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം. മാത്രമല്ല, CBI എത്തുന്നതിന് മുൻപ് തെളിവുകൾ നശിപ്പിക്കാനാണ് ഇപ്പോഴുള്ള ഈ തിടുക്കപ്പെട്ടുള്ള സസ്പെൻഷൻ റദ്ദാക്കൽ എന്നുകൂടി പറയുന്നു. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടായിരുന്നു. ഈ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന് പിന്നാലെ സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും ജാഗ്രത മൂലമാണ് അത്തരത്തിലൊരു നീക്കത്തിൽ നിന്നും ഈ കോളേജ് അധികൃതർ ഉൾപ്പെടെ പിറകിലേക്ക് പോയത്. അതിന് പിന്നാലെ വീണ്ടും CBI അന്വേഷണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ CBI എത്തുന്നതിന് മുൻപ് തന്നെ തെളിവുകൾ പരമാവധി നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ നിലയിൽ ഈ അന്വേഷണം, ഈ സസ്പെൻഷൻ പിൻവലിക്കൽ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സമരവുമായി സിദ്ധാർത്ഥന്റെ കുടുംബം വന്നാൽ പൂർണ്ണമായും പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടാവും. കുടുംബത്തിനൊപ്പമാണ് പ്രതിപക്ഷം. എല്ലാ സമരങ്ങൾക്കും ഒപ്പം ഉണ്ടാകും എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്യുന്നു. വിജയകുമാർ.
യെസ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുകയാണ്. അന്വേഷണം അട്ടിമറിക്കാൻ, പ്രതികളെ രക്ഷിക്കാനൊക്കെയുള്ള നീക്കം നടക്കുന്നതിന്റെ ഭാഗമാണ് ഈ നടപടി പിൻവലിക്കൽ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം.